ഹേയ് ഓൾ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീടിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഗൺവില്ല കുറേ ഉണ്ട്. അപ്പോൾ അത് കാണിച്ചിട്ടാണ് വിചാരിച്ചു. ഞാൻ ഹോം ടൂറിൻ്റെ പുറത്തുള്ള വ്യൂയുടെ ഒക്കെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മുകളിലുണ്ട്, അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മളെ വീടിൻ്റെ രണ്ട് സൈഡിലും ഓപ്പൺ ടെറസാണ് വരുന്നത്. വീടിൻ്റെ മുകളിൽ കേട്ടോ, വീടിൻ്റെ മുകളിൽ രണ്ട് സൈഡിലും ഓപ്പൺ ടെറസാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തും നമ്മൾ മാക്സിമം കടലാസ് ചെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കിച്ചൻ്റെയും റൂമിൻ്റെ ഒക്കെ മുകൾ ഭാഗമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ, കുറേ കളറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കടലാസ് ചെടിയൊക്കെ. പക്ഷേ ഇത് എന്താ പറയുക, നട്ട് വളർത്തുന്നത് ഞാനല്ല, മുനിർക്കാണ്. അതൊക്കെ മുനിർക്കൊക്കെയാണ് ഇഷ്ടം. എനിക്കിങ്ങനെ അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് റെഡ് കളറുണ്ട്, ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ബാക്കിയെല്ലാം മുനിർക്കൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയ, പക്ഷേ റെഡ് കളർ ഞാൻ പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. ഇത് നമ്മൾ കുറേ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചതാണ്, ഒരു സ്ഥലത്ത് നിന്നല്ല കേട്ടോ. ഇപ്പോൾ മുനിർക്ക വർക്കിനൊക്കെ കഴിഞ്ഞ് വരുമ്പം ദൂരത്ത് നിന്നൊക്കെ കാണല്ലോ, അപ്പോൾ പിന്നീട് ഒരു ദിവസം അവിടെ പോയി വാങ്ങും, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പം ഈ ഭാഗത്താണ് കുറേ ഉള്ളത്. അപ്പം ഞങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. പിന്നെ അതാ ഈ ഒരു ചെടീൻ്റെ മുകളിൽ ഈ പൂവുണ്ടാക്കി. ആ പൂവിൻ്റെ മുകളിൽ തന്നെ വേറൊരു എക്സ്ട്രാ ചെറിയൊരു പൂവുണ്ട്. ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കടലാസ് ചെടി. ഇത് ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഇത് പിന്നെ കളർ മാറി മാറി വരുന്നുണ്ട്, പിങ്ക് യെല്ലോ ഒക്കെ ആയിട്ട് കളർ മാറി വരുന്നുണ്ട്. പിന്നെ ഇതൊരു പീച്ച് കളറാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ചെറിയൊരു മൊട്ട് പോലത്തെ ഒരു പൂവ് അതുണ്ട്. ഇവിടെ ഇങ്ങനെ ഇത് രണ്ട് കള്ളി പോലെ ആയിട്ടുള്ളത്. ഇവിടെ ഒരു 4 എണ്ണം നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അടുത്തുള്ള കള്ളിയിലാണ് കുറേ വെച്ചിട്ടുള്ളത് കേട്ടോ. പറഞ്ഞില്ലേ രണ്ട് സൈഡിലുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ കൊലായില്ലേ, അതിൻ്റെ മുകളിലത്തെ വ്യൂ ആണ്. അവിടെയാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. ഇവിടെ കുറച്ചേ വെച്ചിട്ടുള്ളൂ, ഒരു 5, 6, 7 എണ്ണം അത്രേ വെച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിൽ നിറച്ചും ഇങ്ങനെ ഉണ്ടായി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പം ചൂടും ഒക്കെ അധികമായതുകൊണ്ട് ആണോ അറിയില്ല, അങ്ങനെ കുറച്ച് തൊയിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നല്ല ഉച്ച സമയത്ത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, അപ്പം ഒന്ന് വാടിക്കെടുക്കുന്ന പോലെ ഉണ്ട്. അത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ റെഡി ആവും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഓക്കെ, ബായ്.